നന്നായിട്ട് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സഭയിൽ അത് മുഴുവനായിട്ട് പാടിയില്ല. സത്യപ്രതിജ്ഞയിൽ മുഴുവനായിട്ട് പാടിയതിന്റെ പേരിൽ മുഹമ്മദ് റിയാസാണ് ആദ്യം എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത്. അപ്പം വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തി. മുന്നണിക്കൊരു നിലപാടുണ്ട്. യു.ഡി.എഫിനൊരു നിലപാടുണ്ട്. അത് ആ നിലപാട് നമ്മൾ പാലിക്കണമല്ലോ. അതിന്റെ പുറത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തതാണെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. ശരിക്കും എന്താണ് വന്ദേമാതരം മുഴുവനായിട്ട് പാടിയാൽ മതേതരത്വം തകരുമോ? അല്ല അത് ഒന്നുകിൽ വന്ദേമാതരം പഠിക്കാതിരുത്തവരായിരിക്കും പറയുക, അല്ലെങ്കിൽ വന്ദേമാതരത്തിന്റെ ചരിത്രപരമായിരിക്കുന്ന ദൗത്യത്തെ സംബന്ധിക്കുന്ന ബോധ്യം ഉണ്ടാവരുത്. ഇപ്പൊ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് രണ്ട് പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് വന്ദേമാതരം എത്ര എന്നുള്ള അറിയില്ല. രണ്ടാമത്, അതിന്റെ ചരിത്രത്തെ സംബന്ധിക്കുന്ന യാതൊരു ബോധ്യവും ഇല്ല. അപ്പൊ വന്ദേമാതരം വന്നത് ഒരിക്കലും ഇയാള് മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ധരിക്കുന്നത് ഇത് RSSന്റെ സൃഷ്ടിയാന്നാ. ഒരിക്കലും ബിഗിഞ്ഞന്ത് ഇദ്ദേഹം RSSകാരൊന്നുമല്ല ഇത് എഴുതിയിട്ടുള്ള ആള്. ഇത് ബംഗാളി കവി, ബംഗാളിക്ക് അദ്ദേഹം ബിഗിൻ ചന്ദ്ര ചാറ്റർജി, അതെ. അദ്ദേഹം മറ്റേ RSSകാരൊന്നുമല്ല. RSS ഉണ്ടാകുന്നതിനും എഴുതിയൊരു സ്ഥാനം ഇത് 1800 അവസാനത്തിൽ എഴുതിയതാണത്. ആനന്ദമഠത്തിലേക്ക് രണ്ടാമതിന് ചേർക്കാനുണ്ടായത്. ഇത് ചേർക്കാൻ കാരണം പ്രധാനമായിട്ട് ബംഗാളിന്റെ ഏകീകരണമാണ്, അല്ലെങ്കിൽ അവിടുത്തെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഈ വസ്തുത മുഹമ്മദ് റിയാസിന് ചരിത്രബോധം ഇല്ലാത്തതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഇതിനകത്ത് വരുന്ന പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തിന്റെ നിയമസഭയിൽ മുഴുവൻ പാടിയില്ല. മുഴുവൻ പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യുന്നുള്ളതൊക്കെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ്സുകാരൻ നിലവിലെ ചരിത്രബോധം ഇല്ലാത്തതാണ്. ആ ചരിത്രബോധം ഉണ്ടെങ്കിൽ എന്താണ് വന്ദേമാതരം എന്നുള്ളത് ആദ്യം തന്നെ വായിക്കുക. വന്ദേമാതരത്തിനകത്ത് മതപരമായിരിക്കുന്ന പരാമർശങ്ങളാണ് കൂടുതൽ. അല്ലല്ലോ, വന്ദേമാതരത്തിനകത്ത് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണമായിട്ട് ഈ നാടിന്റെ ഏകതയാണ്, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഗാനത്തെയാണ് ആദ്യം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം ജയിച്ചിട്ട് ആദ്യമായിട്ട് ദേശീയ ഗാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇത് ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണത് പാടുന്നത്. കോൺഗ്രസിന്റെ എല്ലാ വേദികളിലും പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഇതുണ്ടായിരുന്നു. അത് ഇല്ലാണ്ടാക്കാൻ തുടങ്ങിയെന്ന 1921 1921 സമ്മേളനം കാക്കരയുടെ എന്ന എന്റെ ഓർമ്മ. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇതിനെ എതിർക്കുന്നത് ആലി സഹോദരന്മാരാണ്. ആലി സഹോദരന്മാരായിട്ടായിരിക്കുന്ന ആളുകള് അന്ന് ഷൗക്കത്ത് അലി ആണെന്ന് തോന്നുന്നു. ആലി സഹോദരങ്ങൾക്ക് എന്താ പ്രശ്നം? അവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ കോൺഗ്രസിനകത്ത് മതതീവ്രവാദികൾ ധാരാളമുണ്ട്. ഈ മതതീവ്രവാദികളായിരുന്നു ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും. അവർ രണ്ടും കോൺഗ്രസിന്റെ ACC പ്രസിഡന്റുമാരായി. ആ പ്രസിഡന്റുമാരായ സമയത്ത് അവർ രണ്ടുപേരുമാണ് ഈ പറയുന്ന വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന അവരാണ്. മുഹമ്മദ് അലി ജിന്നയല്ല, ജിന്നയ്ക്ക് വരുന്ന രണ്ടാമതാണ്. ഈ പറയുന്ന ആലി സഹോദരന്മാര് കൃത്യമായിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കടുത്ത അതിഭീകരന്മാരായിട്ടുള്ള മത തീവ്രവാദികളാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, കേരളത്തിലെ 1921 മാപ്പിളഹള നടന്നു. ഈ മാപ്പിളഹളയുടെ ഉപജ്ഞാതാവാരാ? അത് ഷൗക്കത്ത് അലിയാണ്. 1921 ആദ്യ വേളയിൽ തന്നെ കോഴിക്കോട് വന്ന് കോഴിക്കോട് ബീച്ചിൽ നടന്നിട്ടുള്ള മഹാസമ്മേളനത്തിൽ മഹാത്മജിയോടൊപ്പം നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് നിങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം, ഈ പറയുന്ന മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മാത്രം പോരാ, നിങ്ങൾ ഇന്ത്യയിലുള്ള കർഷകർക്കെതിരായി കൊണ്ടുപോലും യുദ്ധം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഷൗക്കത്ത് അലിയാണ്. ഇത് കൃത്യമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമല്ലേ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന KPCCയുടെ നേതാവായിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തിന് പേര് മറന്നുപോയി, അദ്ദേഹം ഇരിക്കുന്ന മലബാർ കലാപത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഷൗക്കത്ത് അലി ആസൂത്രണം ചെയ്ത ഒരു തീവ്രവാദ സ്വഭാവം, അതാണ് ശരിക്കും കോൺഗ്രസ് ഇംപ്ലിമെന്റ് ചെയ്തത്. നമുക്ക് ഈ ഷൗക്കത്ത് അലിയെ കുറിച്ച് മനസ്സിലാവുന്ന വസ്തുത, ഇത് കഴിഞ്ഞിട്ട് 1923 അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പിന്തുണയോടുകൂടിക്കൊണ്ട് AICCയുടെ പ്രസിഡന്റായി. 1929 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. 1930 മുസ്ലിം ലീഗിന്റെ അതിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അയാള്. അതായത് AICCയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്ന ആള് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റായി. അയാളെ കാലത്ത് പാകിസ്ഥാൻ രൂപീകരണത്തെ അനുകൂലിച്ച ആളാണ് അയാള്. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആള് ആണ് ആദ്യ സമയത്ത് വന്ദേമാതരത്തെ കർശനമായിട്ട് എതിർക്കുന്നത് ഈ ആലി സഹോദരന്മാരാണ്. അപ്പൊ ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ഈ വന്ദേമാതരം മുഴുവനായിട്ട് പാടുന്നതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നത്. അത് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് അലിയുടെ ശിഷ്യനാണ്. ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി എന്ന് പറയുന്ന കോൺഗ്രസിലുണ്ടായിരുന്ന ആളുകള് അവര് പറ്റിക്കൊണ്ട് പലരും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് വന്നിട്ടുണ്ട്. അവര് ഇത് പറ്റിക്കൊണ്ട് ചില ആളുകൾ ജസീമിയായിട്ട് വന്നിട്ടുണ്ട്. KT ജലീലൊക്കെ ആകെ ഗണത്തിൽപ്പെട്ട ആളുകളാ. അവർക്ക് പേരെന്താന്ന് ചോദിച്ചാൽ മുസ്ലിമാണ്, മുസ്ലിം നാമധാരിയാണ്.
മുസ്ലിം നാമധാരിയാണ്, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നവരാണ്. അത് ചെയ്യുന്നതിൽ സിമിക്ക് യാതൊരു മടിയില്ല. സിമിയാണ് പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നതിന് വലിയ മുദ്രാവാക്യം എഴുതി വെച്ചത് സിമിയാണ്. ആ സിമിയുടെ നേതാവായിരുന്നു KT ജലീല്. അവരെയൊക്കെ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയായിരുന്നു മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് 2004 മറ്റാണ് അയാള് അവിടെ പാർലമെന്റിൽ മത്സരിക്കാൻ പോയി. അവിടെ സീറ്റ് കൊടുക്കേണ്ടെന്ന് അവിടുത്തെ ലോക്കൽ DYFIക്കാർ പറഞ്ഞു. അവര് പറയാൻ കാരണം ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇയാൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട്, ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നടപടികളാണ് ഇയാൾ കൂടുതലും ചെയ്യുക. ആ തരത്തിൽ ആരോപണം ഈ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നിപ്പോ അതിന്റെ ഭാഗം തന്നെയാണ് വന്ദേമാതരത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതാണ്. ഇന്നിപ്പോ ഇത് പൂർണ്ണമായിട്ട് പാടണ്ടാന്ന് കേരള സർക്കാർ തീരുമാനിക്കാൻ തന്നെ കാരണം ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, രണ്ടാമത് CPM ആണ്. ഈ രണ്ടുപേരുടെയും കൂട്ടായുള്ള താല്പര്യപ്രകാരമാണ് കേരളത്തിന്റെ അസംബ്ലിയില് ഇത് പൂർണ്ണമായിട്ട് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് വന്ദേമാതരം പാടണ്ടെന്ന് കേരള ഗവൺമെന്റ് തീരുമാനിക്കാനുള്ള കാരണം. ഇവർ രണ്ടുപേരും പടക്കാൻ സാധ്യമല്ല. ലീഗല്ല അതിനകത്ത് പ്രശ്നം. ലീഗ് പോലും ഇന്ന് പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജിന്ന എതിർത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഈ രണ്ട് സ്റ്റാൻസും പാടുന്നതിൽ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട്. ജിന്ന എതിർക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. അതിനകത്ത് ജിന്നയുടെ വേറെ കമന്റ് ആദ്യകാലത്തുണ്ട്. ജിന്ന ആദ്യകാലത്ത് ഒരിക്കലും ജിന്ന മതേതരവാദിയായിരുന്നു ഒരു സമയത്ത്. ജിന്ന ആ കാലത്ത് മത കൂട്ടായ്മകൾക്കെതിരായിരുന്നു. ജിന്ന പറഞ്ഞത് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് മതമല്ലെന്ന് പറഞ്ഞ ആളാണ്. ജിന്ന പന്നിയിറച്ചി കഴിക്കുമല്ലോ, എന്ത് വരുന്ന അത് പറയാത്തെ? ഇന്ന് മാത്രമല്ല, പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഖിലാഫത്ത് സമരത്തിനെതിരായിരുന്നല്ലോ, എന്ത് വരുന്ന പറയാത്തത്? ജിന്ന കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഖിലാഫത്ത് സമരം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇന്ത്യ വിരുദ്ധമാണ്, അത് ബ്രിട്ടീഷുകാരുടെ ഭരണം തുടരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുള്ള ആളാ ജിന്ന. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വേണ്ടി 2-3 കാരണം വേണമെങ്കിൽ പറയാട്ടോ. തുർക്കിയിലെ രാജാവിന് വേണ്ടിയിട്ടായിരുന്നല്ലോ. അതെ, തുർക്കിയിലെ രാജാവ് എന്ന് പറഞ്ഞ ആള്, തുർക്കിയിലെ രാജാവ് സുന്നിയായിരുന്നു. അയാളെ മാറ്റിയിട്ട് ഷിയക്കാരനായിരിക്കുന്ന കമാൽ പക്ഷേ അവിടെ ഖലീഫയാക്കിയതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഇദ്ദേഹം ഷിയ വംശജനാണ്, മുഹമ്മദ് അലി ജിന്ന. അതുകൊണ്ട് വേണമെങ്കിൽ ആകാം, ഞാൻ അല്ലാതെ ഞാൻ പറയുന്നില്ല. മറിച്ച് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്ന ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇറാനിലൊരു ഖിലാഫത്ത് ഉണ്ടായിരുന്നു. ഇറാനിൽ അന്നത്തെ ഷിയ വംശജനായിരുന്നു അവിടുത്തെ രാജാവ്. അയാളെ ആ ഖലീഫയെ മാറ്റിയിട്ട് സുന്നിക്കാരനെ അവിടെ ആക്കുകയും ചെയ്തു. ഈ ബ്രിട്ടീഷുകാരന് ഡിവൈഡ് ആൻഡ് റൂൾ പദ്ധതി അവർ ഇറാഖിലും തുർക്കിയിലും ഭാരതത്തിലും എല്ലാം ഒരേപോലെ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിന്നയെ സംബന്ധിച്ച് ജിന്ന ഷിയ വംശജനായിരുന്നു, പന്നിയിറച്ചി കഴിക്കുന്ന ആളായിരുന്നു, മദ്യം ഉപയോഗിക്കുന്ന ആളാണ്. ബോംബെയിൽ നിരവധി പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷർട്ടും കോട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പർദ്ദ ധരിക്കുന്നതിനെതിരായിട്ട് പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ്. ഇന്ന് വെച്ചാൽ മത തീവ്രവാദം എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പലതിനും എതിരായിട്ട് ജിന്നയുടെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ജിന്നയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജിന്ന പ്രാധാന്യം കൊടുത്തത് പിൽക്കാലത്ത് മുഹമ്മദ് അലി ജിന്നയ്ക്കും ഷൗക്കത്ത് അലി ജിന്നയ്ക്കും എതിരായിക്കൊണ്ട് ഒരു ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രത്യേക പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരാവശ്യത്തിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചത് ജിന്നയ്ക്കാണ്. അപ്പൊ ജിന്നയെ സംബന്ധിച്ച് ഭാരതത്തിന് ഒരിക്കലും ജിന്നയെ അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ മറിച്ചുള്ളത് ജിന്ന പലപ്പോഴും ഈ പറയുന്ന മതതീവ്രവാദികൾ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അതുകൂടി ഒരു വസ്തുത തന്നെയാണ്. ശരിക്കും ഒരു വൈരുദ്ധ്യം നിറഞ്ഞൊരു കഥാപാത്രമാണ് ഈ ജിന്ന. ജിന്ന ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത കഥാപാത്രമാണ്. എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മഹാത്മജിയെ പോലെയുള്ള സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരാളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ജിന്ന വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ആകെയുള്ള പ്രശ്നം ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ പറയാവുന്ന മഹാത്മജിക്ക് വേണ്ടി പറ്റിയൊരു സെറ്റ് ബാക്ക് വേണ്ടി പറയാവുന്നത് ഈ ആലി സഹോദരന്മാർ വിശ്വസിച്ചു എന്നുള്ളതാണ്. ആലി സഹോദരന്മാർ ഒരു കാലത്തും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ല. സ്വന്തമായുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആലി സഹോദരന്മാരും ജിന്നയും തമ്മിലുള്ള ഒരു വലിയൊരു ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു. ഈ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഗാന്ധി വിരുദ്ധ നയത്തിന്റെ തുടക്കം ശരിക്കും അവിടെ നിന്നാണ്. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണത്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന സമയത്ത് അന്നും വന്ദേമാതരത്തെ എതിർത്തത് ആദ്യം ആലി സഹോദരന്മാരെ എതിർത്തു, പിന്നെ പിൽക്കാലത്ത് ജിന്നെ എതിർത്തു. ഈ രണ്ട് കൂട്ടരും ഒരു സമയത്ത് പിൽക്കാലത്ത് രണ്ടുപേരും പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ആളുകളായി എന്നുള്ളതും കൂടിയാണ് ചരിത്രം. ഈ ആലി സഹോദരന്മാരും പിന്നീട് ജിന്നയൊക്കെയാണ് ഇതിനെതിർത്തത്. പാകിസ്ഥാൻ വേറൊരു രാജ്യമായിട്ട് പോയി. അവര് നടത്തിയ ക്ലെയിമിനെ ഇപ്പോഴും നമ്മൾ എന്തിനാണ് പിന്താങ്ങുന്നത്? അല്ല, അത് നമ്മൾ നോക്കിയിട്ടില്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ 1940-കളിൽ പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗും കൂട്ടരും ഉന്നയിച്ച അതേ ആവശ്യങ്ങളാണ് അവരിപ്പോഴും ഉന്നയിക്കുന്നത് തന്നെയാണ്.
ഇത് തന്നെയാണ് ഉദ്ദേശിച്ച. അന്നും അത് തന്നെയാ പറഞ്ഞ്, ഞങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വേണം. ഇന്നവരാവശ്യപ്പെടുന്നത് എന്താ? ഞങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വേണം. ഞങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ച് പാകിസ്ഥാനിലേക്ക് പോയി ഒക്കെ ശരിയാണ്. എന്നാൽ ഞങ്ങൾ അവശേഷിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ വേണം. ഞങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം വേണം. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സീറ്റുകൾ വേണം. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ജില്ലകൾ വേണം. ആ ജില്ലകൾ 2-3 ജില്ലകൾ ചേർത്തുകൊണ്ട് കേരളത്തിൽ തന്നെ പുതിയൊരു സംസ്ഥാനം വേണം, ഒരു മാപ്പിള സ്ഥാനം വേണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഏത് തരത്തിലാണോ ലീഗ് ഒരു സമയത്ത് ഇന്ത്യ വിഭജനം യാഥാർത്ഥ്യമാക്കിയത്, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കം. അന്നവരിത് ചിരിച്ചു നേടിയെന്നാണ്, ഇന്ന് വേണമെങ്കിൽ ചിരിക്കാണ്ട് നേടുന്ന അവർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ, കേരളത്തിൽ ലീഗ് അടങ്ങുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അടങ്ങുന്ന പ്രസ്ഥാനങ്ങള് ഇന്ത്യക്കെതിരായിട്ടുള്ള ഏതെങ്കിലും നീക്കത്തിന് അവർ എതിർത്തിട്ടുണ്ടോ എന്ന് പറയട്ടെ. അവരെടുത്ത പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള ഏത് നിയമത്തിനും അവര് എതിർത്ത് നിൽക്കാൻ കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് ഭാരത വിരുദ്ധമായിട്ടാണ്. ഇപ്പൊ നമ്മൾ അടുത്തിറക്കിയത് ഒരു മൗലവിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ട് അയാൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതമാണ് പ്രശ്നം, ഭരണഘടനയ്ക്ക് ഉപരിയാണ് മതം എന്നാണ്. എങ്ങനെ ഭരണഘടനയ്ക്ക് ഉപരിയായിട്ടുള്ള ഏത് മതം ഇവിടെ ഉള്ളത്? ആ തരത്തിൽപ്പെട്ട മതങ്ങളെ നിരോധിക്കുക തന്നെ വേണം. ഭരണഘടനയ്ക്ക് ഒരു മതവും ഭരണഘടനയ്ക്ക് ഉപരിയില്ല. ഒരു നാടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയാണ്. ഈ നാടിന്റെ അടിസ്ഥാന ഘടകം ഭരണഘടനയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഹിന്ദുക്കളാണെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ അവര് ഭരണഘടനയെ അംഗീകരിക്കാറുണ്ട്. മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം രണ്ടായിട്ട് നമ്മൾ കണക്കൂട്ടണം. ഇസ്ലാമിക തീവ്രവാദികള് ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. പല ഉസ്താദുക്കളും ഇത് അംഗീകരിക്കുന്നില്ല, പല മുല്ലാക്കന്മാരും ഇത് അംഗീകരിക്കുന്നില്ല, പല തങ്ങളുമാരും ഇത് അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള മുസ്ലിം പൗരോഹിത്യ മേധാവിത്വം പലപ്പോഴും ഇതിന് അംഗീകരിക്കുന്നില്ല. പിന്നെ നിവൃത്തികേട് കൊണ്ട് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അടി കിട്ടുന്നാൽ പേടിച്ചിട്ട് മാത്രമാണ്. ഇപ്പൊ അവിടെയാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. പിണറായി വിജയന്റെ മരുവാനാണോ? ആണ്. അതുകൊണ്ട് എന്തുപറ്റി? ഞങ്ങൾ വന്ദേമാതരത്തിനെതിരാണ്. ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ഇതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമല്ല. പക്ഷെ അവരും കൂടി ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു കിട്ടണം. ഇയാളെ മുഹമ്മദ് റിയാസിനെ പോലുള്ളവരും കോൺഗ്രസിലുള്ള മുസ്ലിങ്ങളുടെ ആഗ്രഹം പലപ്പോഴും ഈ രണ്ടു വിഭാഗത്തിൽപ്പെട്ടവരും ലീഗിൽ മെമ്പർഷിപ്പ് കിട്ടാത്തവരാ. അല്ല, ഇപ്പൊ ലീഗുകാർ പോലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, മുഹമ്മദ് റിയാസ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിന് കാരണം ഇനി ഇവർക്കാർക്ക് ലീഗിൽ മെമ്പർഷിപ്പ് കിട്ടൂല. ഇവരൊക്കെ ഏത് സമുദായക്കാരാണെന്നുള്ളത് വ്യക്തമാക്കണം. മുസ്ലിം ലീഗിനകത്ത് കേരളത്തിൽ കിട്ടാവുന്ന വരേണ്യവർഗത്തിൽപ്പെട്ടവർക്കാണ് അംഗത്വം കൊടുക്കുക. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മുസ്ലിം ലീഗിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്ന പല മുസ്ലിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടൂല, കോൺഗ്രസ്സുകാരായിരിക്കുന്ന പല മുസ്ലിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അപ്പൊ അവിടെ നിവൃത്തിയില്ലാതെ കണ്ട് ഇവര് കോൺഗ്രസ് ആവുന്നു, കമ്മ്യൂണിസ്റ്റ് ആവുന്നു. ഇവർ ദേശീയവാദികളൊന്നും ആയിട്ടല്ല. ഇവർക്ക് ആകെയുള്ളത് കോൺഗ്രസിന്റെ കയറിപ്പറ്റിക്കൊണ്ട് സീറ്റുകൾ മേടിക്കുക. ഇതിപ്പം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇത് മുഴുവനായിട്ട് പാടി. അപ്പൊ അത് വലിയ വിവാദമായിരുന്നു. അന്ന് ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീറാണ്. അതെ. BRM ഷഫീർ പറഞ്ഞത്, ഇതിൽ എവിടെയും അപരമത വിദ്വേഷമില്ല, ഈ ഗീതത്തിൽ എവിടെയും അത് കാണാനില്ല. ടാഗോർ ഇത് പാടിയിട്ടുണ്ട്. നമ്മുടെ ദേശീയ വികാരത്തിന്റെ ഭാഗമായിട്ട് അന്നുള്ള എല്ലാ നേതാക്കളും ഇത് വലിയ ആവേശത്തോടു കൂടി പാടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പാടാതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ പറഞ്ഞത്. അതെ, സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്. ഇതൊരിക്കലും കോൺഗ്രസ് വിരുദ്ധമല്ല. കോൺഗ്രസിന്റെ ദേശീയ ഗീതമായിട്ട് കോൺഗ്രസ് അംഗീകരിച്ചിരുന്നതാണ്. ദേശീയ ഗാനമായിട്ട് കോൺഗ്രസ്സുകാർ പാടിയിരുന്നതാണ്. 1921 വരെയുള്ള കോൺഗ്രസിന്റെ സമ്മേളനത്തില് എല്ലാ സമ്മേളനങ്ങളും പാടിയിട്ടുള്ള വന്ദേമാതരമാണ്. ആ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിലുണ്ടായിരുന്നല്ലോ, മോത്തിലാൽ നെഹ്റു കോൺഗ്രസിലുണ്ടായിരുന്നല്ലോ, മഹാത്മാഗാന്ധി കോൺഗ്രസിലുണ്ടായിരുന്നല്ലോ, BR അംബേദ്കർ കോൺഗ്രസിലുണ്ടായിരുന്നല്ലോ. അവരാരും എതിർത്തിട്ടില്ലല്ലോ. അല്ല, അപ്പം പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷമാണ് പാടാണ്ടായതിന്റെ തുടക്കം കുറിക്കുന്നത് 1921. അത് ഷൗക്കത്ത് അലി കോൺഗ്രസിന്റെ നേതൃസമ്മേളനത്തിൽ വന്നതിന് ശേഷം ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന മുഹമ്മദ് അലിയും, അത് കഴിഞ്ഞ് ഷൗക്കത്ത് അലി 1923 ഇതിന്റെ അധ്യക്ഷനായി, AICC അധ്യക്ഷനായി. അതോടുകൂടി പാട്ട് പൂർണ്ണമായിട്ട് തീർന്നു. ഈ വന്ദേമാതരം തീർത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അലി സഹോദരന്മാർക്കാണ്. ഇതൊരു ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്രത്തിന്റെ പിൻബലത്തില് പാകിസ്ഥാൻ രൂപീകരണത്തിന് പോലും ആലി സഹോദരന്മാര് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ നടപടികള്, അവരുടെ വർഗീയപരമായിരിക്കുന്ന നടപടികള്, ഈ നടപടികൾ തന്നെയാണ് കാരണം. വർഗീയ നടപടികൾ കൊണ്ട് തന്നെയാണ് വന്ദേമാതരത്തെ ഇവരെ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുന്നവരാണ് വിഭജനത്തിന് കൂപ്പുകൂട്ടുന്നത്. അതിലൊന്നും സംശയമില്ല. ആരൊക്കെയാണോ വന്ദേമാതരത്തെ എതിർക്കുന്നത് അവർക്ക് ഇന്ത്യ വിഭജനത്തിന് താല്പര്യമുണ്ട്.
അവർ ഇന്ത്യ വിഭജനത്തിന് കൂടെ നിന്നവരാണ്. ഇനി വേണ്ടി വന്നാൽ ഒരു മാപ്പിളസ്ഥാൻ കേരളത്തിൽ ഉണ്ടാക്കാൻ അതിനെ അവരോണി കൂട്ടുപിടിക്കും. അവരാണ് 1921 മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായിട്ടും കർഷക സമരമായിട്ടും ഒക്കെ പ്രഖ്യാപിച്ചത്. ഈ തരത്തിൽപ്പെട്ട ഇന്ത്യ വിരുദ്ധ ശക്തികളാണ്. അവരാണ് വന്ദേ ഭാരത് സ്വാഭാവികമായിട്ട് എതിർക്കുന്നത്.